ഈയിടെ ഒരു മൗലവി പ്രസംഗിക്കുകയാണ്, സുന്നി പള്ളികളൊക്കെ ക്ഷേത്രങ്ങളാണ്, അവിടെയുള്ള ഉസ്താദുമാരൊക്കെ സ്വാമിമാരാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം കടുത്ത വാദമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ക്ലിപ്പ് എടുത്തിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരവിടെ മുസ്ലിമീങ്ങൾ ഉള്ളത്? ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ പള്ളിയൊക്കെ ക്ഷേത്രങ്ങളാണെങ്കിൽ ഇനി ആരും പള്ളി പൊളിക്കാൻ പോകണ്ട, പള്ളിയൊക്കെ നമുക്കുള്ളതാണെന്ന് പോലും കമന്റ് ചില ഹൈന്ദവ സുഹൃത്തുക്കൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ചില ആളുകളുണ്ട്, അവർക്ക് സുന്നി ഏതാ, മുജാഹിദ് ഏതാ, തബ്ലീഗ് ഏതാ, ഇതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ജനറൽ മുസ്ലിം എല്ലാവരും ശരിയാണ്. നമ്മൾ എന്തിന് വിഭാഗീയത ഉണ്ടാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതിനിടക്ക് ഒരു വഹാബി നേതാവ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ സ്ഥിതിക്ക് അത് വലിയ ഒരു തെറ്റാണെന്ന് മാത്രമല്ല, മുത്തനബിന്റെ ഹദീസിലുണ്ട്, ഒരു മുസ്ലിമിനെയും കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല. ഞാൻ മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെടാ നീ കാഫിറാണെന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ കാഫിറല്ലെങ്കിൽ പറഞ്ഞവൻ കാഫിറായി പോകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖവാരിജുകളുടെ നിലപാടാണ്. ഏത്? മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ളത്. സ്വഹാബത്തൊക്കെ കാഫിരീങ്ങളാണെന്ന് പറഞ്ഞവരാണ് അവർ. അയിമത്തൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അവരുടെ വാദമാണ്, നിലവിലുള്ള മുസ്ലിമീങ്ങളൊന്നും മുസ്ലിമീങ്ങളല്ല, അവരൊക്കെ മുശ്രിക്കീങ്ങളാണ്, അവരെ കൊന്നുകളയണം, അവരുടെ പള്ളികൾ തകർക്കണം. ഇത് പ്രിയപ്പെട്ടവരെ ഭീകരവാദമാണ്. ഇതാണ് തീവ്രവാദം, ഇതാണ് ഭീകരവാദം. ആ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പല പതിപ്പുകളും കേരളത്തിനകത്തും പുറത്തും ലോകാടിസ്ഥാനത്തിൽ നമുക്ക് പല രൂപത്തിലും പല പേരുകളിലും കാണാൻ കഴിയുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അടിസ്ഥാനപരമായി അതിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരസംഘടനയാണ് ഈ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ട സാമ്പത്തികവും മറ്റുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അവരാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, തീവ്രവാദം അവർ തന്നെ ഉണ്ടാക്കി, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ച് അവർ നമ്മുടെ സ്വത്തും സമ്പാദ്യവും ഒക്കെ കൊള്ളയടിക്കാനുള്ള കുൽസിതമായ ശ്രമത്തിന്റെ ഭാഗമാണത്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ യുദ്ധത്തിനു ശേഷം അവിടുത്തെ ഗനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് ദുൽ ഹുവൈസറ എന്ന് പറയുന്ന ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇദിൽ, മുഹമ്മദ് നീതി പാലിക്കണം. ആരോടാണ് പറയുന്നത്? ലോകത്തിന്റെ നേതാവിന്റെ മുഖത്ത് നോക്കി മുഹമ്മദെ നീതി പാലിക്കണം എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഇയാളെ ശരിയാക്കട്ടെ. ഒരു മര്യാദയും ഒരു ബഹുമാനവും ഇല്ലാതെ കണ്ടോ സംസാരിക്കുന്ന? ആരോട്? ഏതെങ്കിലും ഉസ്താദിനോടല്ല, ലോകത്തിന്റെ നേതാവിനോട്. നബി തങ്ങൾ പറഞ്ഞ ആള് വെറുതെ വിട്ടാൽ തൽക്കാലം ഇദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ ഇവിടെ വരും. ഇദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ പിശാചുക്കളായി പ്രത്യക്ഷപ്പെട്ട് നാട്ടിൽ ഫിത്നയും ഫസാദും ശർറും ഉണ്ടാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ചങ്ങാതി ജനിച്ചു വരുന്നത്. അങ്ങനെ മക്കയും മദീനയും അടക്കം സൗദി അറേബ്യ അടക്കം പല രാജ്യങ്ങളും അദ്ദേഹം ഭരിക്കുകയും ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ, ആലിമീങ്ങളെ, മഹാന്മാരെ കൊന്നൊടുക്കുകയും മഖ്ബറകൾ തച്ചുടക്കുകയും ചെയ്തിട്ടുണ്ട്. ജന്നത്തുൽ ബഖീന്റെ പഴയ കാല ഫോട്ടോ എടുത്ത് പരിശോധിച്ചാൽ കെട്ടിപ്പൊക്കിയ മഖാമുകൾ, മഖ്ബറകൾ നമുക്ക് ജന്നത്തുൽ ബഖീൽ കാണാൻ കഴിയും. പഴയ ഫോട്ടോയിലുണ്ട്. പിന്നെ വഹാബികൾ വന്നിട്ട് അതൊന്നും ശരിയല്ല, അതൊക്കെ കുഫറാണെന്ന് പറഞ്ഞ് സുന്നി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളെ മുഴുവനും പരമാവധി കൊന്നൊടുക്കി മഖ്ബറകളൊക്കെ തച്ചുടച്ച് ഈ കൊലപാതകവും ഈ അക്രമവും, ഇതാണ് ഭീകര പ്രസ്ഥാനം. ഇതിന് സത്യത്തിൽ അവരാണ് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പോലും ആടിനെ മേക്കാനും മറ്റൊക്കെ പറഞ്ഞ് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയത് ഇവിടുത്തെ നിയമ പാലകർ പോലും പുറത്തുവിട്ട അറിയിപ്പുകളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വിഭാഗത്തെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. വിവരമില്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്നും പറയരുത്. ഫുഖഹാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരാൾ കാഫിറാകാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നിടത്ത്, ഒരാൾ അവിശ്വാസിയാകാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞെടുത്ത് മഹാന്മാർ പറയുന്നുണ്ട്, അത് വെച്ചിട്ടോ കാഫിറാണെന്ന് പറയരുത്, ഇതൊക്കെ കാഫിറാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറണം. ഒരിക്കലും ഒരു മുസ്ലിമിനെ കാഫിർ എന്ന് പറയാൻ പാടില്ല. ഇവിടുത്തെ സുന്നികൾ ഒരാളെയും കാഫിറാക്കുന്നില്ല. ഇവിടുത്തെ ബിദ്അത്തിന്റെ പ്രസ്ഥാനം രൂപം കൊണ്ടത് അന്ന് മുതൽ അവർ പറഞ്ഞ വാദം എന്താണ്? ഇവിടുത്തെ സുന്നികളൊക്കെ കാഫിരീങ്ങളാണെന്ന് മാത്രമല്ല, പേരെടുത്തവർ എഴുതി വെച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാഫിറാണെന്ന് അവർ എഴുതി വെച്ചു. ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ കുറിച്ച് കാഫിറാണെന്ന് അവർ എഴുതി വെച്ചു. പേരെടുത്തുകൊണ്ട് അവരുടെ മാഗസിൻ ഇന്നും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും.
പേരെടുത്ത് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരായ 2 പണ്ഡിത പ്രതിഭകളെ അവർ കാഫിരികളാക്കിയിട്ടാണ് വഹാബിസത്തിന്റെ തേരോട്ടം ഈ കേരളത്തിൽ അവർ നടത്തിയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണം മറ്റൊരു രസം. ഇവിടുത്തെ സുന്നികളൊക്കെ കാഫിരികളാണെന്ന് പറയുമ്പോ ഇനി അതോടുകൂടെ നേരത്തെ തന്നെ വഹാബിസത്തിൽ പിളർപ്പുണ്ട്. ഈ ഒരു പ്രസംഗത്തോടുകൂടെ വീണ്ടും വഹാബിസത്തിൽ പിളർപ്പ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മുസ്ലിം ഉസ്താദുമാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അതവിടെ നിൽക്കട്ടെ. മരിച്ചുപോയ സുന്നിയായ വാപ്പാന്റെ സ്വത്തെങ്ങനെയാണ് ഈ വഹാബിക്ക് ഹലാലാക? ഒരു കാഫിർ ഒരു മുസ്ലിമിനെയും ഒരു മുസ്ലിം ഒരു കാഫിറിനെ അനന്തരെടുക്കൂല എന്നാണ് മതത്തിന്റെ നിയമം. മരിച്ചുപോയ പിതാക്കന്മാരുടെയും ഉമ്മമാരുടെയും വാപ്പാന്റെ സ്വത്തുകൊണ്ടല്ലേ ഇവിടുത്തെ വഹാബികൾ വിലസുന്നത്. മാത്രമല്ല, ഒരു സുന്നി തറവാട്ടിലെ പെൺകുട്ടി എങ്ങനെയാണ് ഇവർക്ക് വിവാഹം ചെയ്യാൻ കഴിയുക? ഇവരുടെ വാദമനുസരിച്ച് കാഫിറല്ലേ ഒരു മുസ്ലിം ഒരു കാഫിറിന് വിവാഹം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ വരുമ്പോ അതൊന്നും അവർ പറയൂല. അതൊക്കെ അവർ ചെയ്യുകയും ചെയ്യുമ്പോ തനിച്ച കാപ്പട്യമാണ്, തനിച്ച നിഫാഖാണ് പ്രിയപ്പെട്ടവർ ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നാം ഉറച്ചു നിൽക്കുകയും അഹ്ലു സുന്ന പഠിക്കുകയും അതാണ് ശരി എന്ന വിശ്വാസത്തിൽ നാം അടിയുറച്ചു നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. 5 വക്ത് നിസ്കാരത്തിൽ പടച്ച റബ്ബിനോട് ആവശ്യപ്പെടുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണ്. എല്ലാവരും ശരിയെന്നല്ല, മുസ്തഖീമായ വഴിയിൽ എന്നെ അടിയുറപ്പിച്ച് നിലനിർത്തി തരണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി? ആരെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മയ്യുത്തിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വഴി അവരാണ് അല്ലാഹുവിന് വഴിപ്പെട്ടവർ, റസൂലിന് വഴിപ്പെട്ടവർ, അവരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ. സിറാത്തുൽ മുസ്തഖീം ആരാണെന്ന് സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ പാരമ്പര്യമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പരമ്പരയിൽ മഹാന്മാരായ സ്വഹാബത്തിലൂടെ താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളിലൂടെ നമുക്ക് കിട്ടിയ ആദർശം അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിൽ വള്ളി വ്യത്യാസമില്ലാതെ നമ്മൾ ഉൾക്കൊള്ളുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ വഹാബികൾ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയും. എന്നിട്ട് ഹദീസ് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യും? അവർ നിയമങ്ങൾ പറയും. അവർ പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ടോ നിങ്ങൾ, തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്നാണല്ലോ കിട്ടുന്നത്. ആരാ ഗവേഷണം ചെയ്യുന്നത്? ഒരു വഹാബി, ഒരു മൗദൂദി, ഒരു തബ്ലീഗുകാരൻ വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി എടുത്തിട്ട് പറയാണ് തറാവി 8 റക്അത്താണെന്നാണ് ഇവിടുന്ന് കിട്ടുന്നത്. അവർ സ്വയം ഗവേഷണം നടത്താണ്. എന്നാൽ ഈ സ്വഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇല്ലേ, ഷാഫി മദ്ഹബുകാരനാണ്. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തറാവി 20 റക്അത്ത് നിസ്കരിക്കണം എന്ന പക്ഷക്കാരനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് എടുത്തിട്ട് ഇവർ പറയുന്നു ഷാഫി ഇമാമിനൊന്നും തിരിഞ്ഞിട്ടില്ല. അതായത് ഈ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെയും കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചു പോയവരാണ് അയിമ്മത്ത്. മഹാന്മാരായ ഷാഫി ഇമാമും ഹംബലി ഇമാമും ഹനഫി ഇമാമും മാലിക് ഇമാമും ഒക്കെ ഏത് മുഹദ്ദിസീങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ 4 ഒരു മദ്ഹബ് അംഗീകരിച്ചവരാണ്. ഏത് മുഹദ്ദിസീങ്ങളെ, ഇമാം ബുഖാരി ആകട്ടെ, മുസ്ലിം ആകട്ടെ, ഇബ്നു മാജ ആകട്ടെ, തുർമുദി ആകട്ടെ, നസായി ആകട്ടെ, ഇവരൊക്കെ 4 ഒരു മദ്ഹബ് അംഗീകരിച്ചവരാണ്. ഇവരെ ഹദീസ് പിടിച്ചിട്ട് മദ്ഹബ് ഒന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി. എങ്ങനെയുണ്ട്? തമാശ മനസ്സിലായി നിങ്ങൾക്ക്? ഇത് വളരെ ഗൗരവമാണ്. ഇത് ഇപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയില്ല. ഇവർ പറയുന്നത് ശരിയാണല്ലോ, ഹദീസ് ഉണ്ടല്ലോ. ഇവർ ഉദ്ധരിക്കുന്ന ഹദീസ് എവിടുന്ന? ഇമാം ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും ഇബ്നു മാജയിൽ നിന്നും നസായിൽ നിന്നും. ഈ മഹാന്മാരാരാ? മദ്ഹബ് അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് ഒരു അർത്ഥവുമില്ലാത്ത 100% തള്ളിക്കളയാൻ പറ്റുന്നതായ വാദങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ വഹാബിസം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നും അത് ആടി ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൗഹീദ് ഏതാണ്, ശിർക്ക് ഏതാണെന്ന് ഇതുവരെ തീരുമാനമാക്കാൻ കഴിയാതെ പല ഗ്രൂപ്പുകളായി ചിന്ന ഭിന്നമാകുമ്പോ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൊണ്ടാണ് അവർ ഇത് കളിക്കുന്നത്. അതുകൊണ്ട് അത് ചെറിയ വിഷയമല്ല. നമ്മുടെ ഒരു സ്വത്ത് പോകുമ്പോ, നമുക്കൊരു സെന്റ് സ്ഥലം നഷ്ടപ്പെടുമ്പോ അപ്പൊ കാണാൻ ആചാര സ്വഭാവം. നിങ്ങൾ എന്തിനാ സുന്നി മുജാഹിദ് എന്ന് പറയുന്ന അതേ ആചാരനെ അദ്ദേഹത്തിന്റെ ഒരു സെന്റ് നഷ്ടപ്പെടുമ്പോ അവിടെ മൂപ്പർക്ക് 10 തൊള്ളയാണ്. അദ്ദേഹം കേസിനും മറ്റും കുലുമാലിന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ 1 സെന്റ് അല്ല, 2 സെന്റ് അല്ല, 100 ഏക്കറയല്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു സുന്നത്ത്, മുത്തിനവിടെ സുന്നത്ത് പോലും പ്രിയപ്പെട്ടവരെ വഹാബികൾക്ക് നമ്മൾ തീർന്നു കൊടുക്കാതെ, അതല്ലെങ്കിൽ ഒരു സുന്നത്തെ നഷ്ടപ്പെടുത്താൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. അതാണ് ആദർശം, അതാണ് ആദർശം. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കണം. ഈ രൂപത്തിൽ നമ്മുടെ ഈമാൻ, നമ്മൾ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉത്സാഹിക്കുകയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ രംഗത്ത് നമ്മൾ നിലയുറക്കുകയും അതിന്റെ പ്രചാരകരാവുകയും വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ.